സോ എല്ലാവർക്കും JJക്കിൻ്റെ കള്ളിങ്ങയും മാർക്കിൻ്റെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എനിക്കറിയാം ഇപ്പോൾ നമ്മൾ JJക്കിലെ കള്ളിങ്ങയും മാർക്കിനെ കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നല്ല, ഒരു കള്ളിങ്ങയും മാർക്ക് പറഞ്ഞാൽ കുറച്ച് ലെങ്തി വേണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് വേണം. സോ അതാണ് നമ്മൾ ഇത്രയും പാർട്ടായി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ സ്ഥിരം വലിയ പോലെ തന്നെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കള്ളിങ്ങയും എന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഒരു ഐക്കാർഡ് വന്നില്ലേ, അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ മെഗുമി നമ്മുടെ ഹനേൻ്റെ അത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് എടുത്തത്, അതായത് നീ ഏഞ്ചിലാണോ, ആണെങ്കിൽ നീ എന്താ ഇപ്പോൾ ടോക്കിയോ കോളനി 1 ചെയ്യുന്ന പറഞ്ഞിട്ടൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്തത്. ഓക്കെ, നമ്മുടെ മെയിൻ സ്റ്റോറിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ബിഫോർ ദാറ്റ് മ്യൂസിക് ബേസ്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റോറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹനക്ക് സമ്മതിക്കുകയാണ്, ഞാൻ ഏഞ്ചിലാണ് പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സുക്കുണ എങ്ങനെയാണോ നമ്മുടെ ഇറ്ററോനെ പൊസസ് ചെയ്തിട്ടുള്ളത് അതേപോലെയാണ് നമ്മുടെ ഏഞ്ചിൽ നമ്മുടെ ഹനേനെ പൊസസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മൗത്ത് വന്നിട്ടുള്ള ഒരു ടോക്കില്ലേ അത്. ഓക്കെ, നമ്മളിപ്പോൾ ഹന നമ്മളെ മെഗുവിൻ്റെ അടുത്ത് ചോദിച്ചതും ചോദിക്കാതെയുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിന്നെ രക്ഷിച്ച കാര്യം, റോഡിൽ ഇങ്ങനെ കിടക്കണ ഒരുത്തിനെ രക്ഷിക്കുന്നത് തെറ്റാണോ? അല്ല. പിന്നെ ഞാൻ എന്താ ഈ ഒരു ടോക്കിയോ കോളനി 1 ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഏറ്റവും കൂടുതൽ പവർഫുൾ സോസർ ഉള്ളത്. ഓക്കെ, അതാണ് മെയിൻ റീസൺ. പിന്നെ നീയൊന്നും എന്നെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്നെ തപ്പി നടക്കുന്നത്, എൻ്റെ ഒരു പവർ, അതായത് എൻ്റെ ഒരു കേസ് ടെക്നിക്ക് അറിഞ്ഞിട്ടല്ലേ, അതെനിക്കറിയാൻ നമ്മുടെ ഏഞ്ചിൽ വല്ലതും പറയണം. ഓക്കെ, നമ്മുടെ മെഗും പിന്നീട് അവളെ ചോദിക്കുന്നത്, നിനക്കൊരു സീൽ ചെയ്തിട്ടുള്ള ഒരു സോസറിനെ, ഒരു പ്രസൻറ്റിൽ സീൽ ചെയ്തിട്ടുള്ള ഒരു സോസറിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ മെഗും ചോദിക്കണം. സോ അവൾ ഓക്കെ, എനിക്ക് ഒരു ഒബ്ജക്റ്റോ ഇങ്ങനത്തെ ടൂളൊക്കെ ആണെങ്കിൽ രക്ഷിക്കാൻ പറ്റും, അതിനൊരു കുഴപ്പമില്ലാവുന്നുണ്ട്. അതുകൂടെ നമ്മുടെ ഏഞ്ചിലെ അവളുടെ ഗോളും കൂടി പറയേണ്ടത്, അതായത് എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ഉള്ള എല്ലാ ഇൻകാർണേറ്റ് ചെയ്തിട്ടുള്ള സോഴ്സസിനെ എനിക്ക് നല്ല വഴിക്ക് കൊണ്ടുപോകണം. അതാണ് എൻ്റെ മെയിൻ പേരിൻ്റെ എൻ്റെ ലക്ഷ്യം പറഞ്ഞിട്ട് പറയാണ്. അതായത് ദാറ്റ് മീൻസ് ഏഞ്ചൽ. ഓക്കെ, പിന്നെ നമ്മുടെ ഏഞ്ചൽ പറയേണ്ടത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, അത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം പറയേണ്ടത്. അപ്പോൾ നമ്മൾ മെയ്യൂമി പറയേണ്ടത് ഓക്കെ, ദൈവം ഇത് ആരും കൊല്ലണം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും അയക്കില്ലേ പറഞ്ഞിട്ട് പറയേണ്ടത്. സോ അതൊന്നുമല്ല, മറിച്ച് ഈ ഒരു ഇൻകാർണേറ്റഡ് പ്ലേയേഴ്സിൽ ഒരാളിനെ മാത്രം അത്രയും കൊല്ലേണ്ട ദേഷ്യമുണ്ട്. അതാണ് ആ ഒരു പ്ലെയറിനെ ദ ഫോളൻ എന്നാണ് അറിയപ്പെടുന്നത് കൊണ്ട് പറയേണ്ടത്. സോ ഈ ഒരു പേര് കേട്ട് നമ്മുടെ യൂജി പെട്ടെന്നൊരു ചിക്കനായിട്ട് ഫോം ചെയ്തിട്ട് നമ്മളെ സുക്കുണായിട്ട് ഒരു കോണ്ടാക്റ്റിലെത്താണ്. ഓക്കെ, നമ്മുടെ സുക്കുണിൻ്റെ അടുത്ത് നമ്മൾ ഇറ്ററോറി പറയേണ്ടത്. ഓക്കെ, ഇപ്പം എന്താ കാര്യം? അപ്പോൾ നമ്മൾ ഇറ്ററോറിൻ്റെ അടുത്ത് നമ്മൾ സുക്കുണ പറയേണ്ടത്. ഓക്കെ, നിൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് എന്താ പോലെ ആയതുകൊണ്ട് എന്നാലും തീർച്ചയായും പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ അന്വേഷിക്കുന്ന ഫോളൻ ഞാനാണ് പറഞ്ഞിട്ട് പറയാണ്. തോലിഞ്ഞു. നമ്മൾ ഇറ്ററോറി ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു കാര്യം മെഗുവിൻ്റെ അടുത്ത് പറയും വേണം, അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഏഞ്ചിൽ അറിയാനും പറ്റില്ല. സോ അവൻ ഒരുമാതിരി ആക്ഷനൊക്കെ ഇട്ട് കാണിക്കുകയാണ്. സോ നമ്മൾ ഇവനെന്ത് തേങ്ങയാണ് കാണിക്കുന്നു? ഓക്കെ, നമ്മുടെ മെഗുമിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവൻ ചിന്തിക്കണം, അതായത് തങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് സൈൻ ലാംഗ്വേജിലാണ് പറയണത്, ബട്ട് ഏഞ്ചിൽ ആ കാര്യം അറിയാനും പറ്റില്ല. സോ ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെഗുമി ചിന്തിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സുക്കുണിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരാറുണ്ട്. അതായത് നമ്മുടെ സുക്കുണ പറയാണ്, ഇവനാണെങ്കിൽ സ്വന്തം ജീവൻ എടുക്കാൻ എന്നെ ഭയമാണ്, ഞാനാണ് പണ്ടോ മരിച്ചു കഴിഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ മെഗുമിക്ക് മനസ്സിലായി, കാരണം നമ്മുടെ ഇറ്ററോറി എന്നാലും അവൻ്റെ ജീവൻ മാക്സിമം സാക്രിഫൈസ് ചെയ്യും, അങ്ങനത്തെ ഒരു കാര്യമായിരിക്കും പറഞ്ഞിട്ട് നമ്മുടെ മെഗുമിക്ക് മനസ്സിലായിരിക്കും. സോ പെട്ടെന്നായിരിക്കും നമ്മുടെ ഏഞ്ചലിൽ നിന്ന് ഒരു കാര്യം സെൻസ് ചെയ്യുക, അതായത് ഇപ്പോൾ കള്ളിങ് ഗെയിമിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് പറയുക. സോ ഇവൾക്ക് ഇത് സെൻസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കോഗാൻ്റെ അടുത്ത് നമ്മുടെ ഏഞ്ചൽ ചോദിക്കുന്നത്, ഈ ലാസ്റ്റ് 10 മിനിറ്റിൽ ഇപ്പോൾ എത്ര പ്ലേയേഴ്സ് ഈ ഒരു കള്ളിങ് ഗെയിമിൽ എൻ്റർ ചെയ്തത് വേണ്ടി ചോദിക്കേണ്ടത്. സോ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഡിജിറ്റ് നമ്പറാണ്, അതായത് ഏകദേശം 807 പ്ലേയേഴ്സാണ് ഈ ഒരു ലാസ്റ്റ് 10 മിനിറ്റിൽ ഈ ഒരു കള്ളിങ് ഗെയിമിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ നമ്മുടെ ഗെറ്റോൻ്റെ ബോളിയിലുള്ള കെഞ്ചാക്കോ ഈ US കുറച്ച് മെമ്പേഴ്സായിട്ടുള്ള നടത്തിയ ഒരു മീറ്റിങ്ങിലാണ്. സോ അതിൽ നമ്മുടെ US പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഡിഫൻസും സയൻസിലും ഓരോ മെമ്പേഴ്സൊക്കെ ഉണ്ട്. സോ നമ്മൾ കെഞ്ചാക്കോ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവൻ്റെ ഈ ഒരു കേഴ്സ് എനർജി എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമോഷൻസ് നിന്നാണ് ഈ ഒരു കേഴ്സ് എനർജീനെ എന്ന സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊരു കാര്യങ്ങളെല്ലാം നമ്മുടെ കെഞ്ചാക്കോ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇവർ എന്താ പറയുക, യൂഷ്വലി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പിൽ ഇരിക്കുകയാണ് അവിടെ. സോ അവൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ കെഞ്ചാക്കോ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് കേസർ ഒബ്ജക്റ്റ് കാണുന്നത് ജസ്റ്റ് നമ്മുടെ മാക്കി മുമ്പ് ഇട്ടിട്ടില്ലേ ആ ഒരു സ്പെക്സ് ഒക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ കെഞ്ചാക്കോ പറയണം, അതായത് എല്ലാവർക്കും ഈ ഒരു കേസർ സ്പിരിറ്റിനും കാര്യങ്ങളും കാണാൻ സാധിക്കില്ല. സോ അപ്പോൾ ചില സോഴ്സസ് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ ഒരു സ്പെക്സും കാര്യങ്ങളും. സോ ഇത് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേഴ്സ്ഡ് സ്പിരിറ്റിനെ കാണാൻ സാധിക്കും പറഞ്ഞിട്ട് നമ്മുടെ കെഞ്ചാക്കോ പറയാണ്. സോ ഇവർ ഒരുമാതിരി തമാശ രീതിയിൽ ഓക്കെ ഇതൊക്കെ എന്ത് പറഞ്ഞിട്ട് ഇവർ ആ ഒരു സ്പെക്സ് വയ്ക്കുന്ന ടൈമിലായിരിക്കും ഇവൻ്റെ ചുറ്റുമുള്ള കേഴ്സ്ഡ് സ്പിരിറ്റിനെ കാണുക. സോ ഇവർ ടെൻഷൻ ആയിക്കുകയാണ്. സോ ഇതൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ US പ്രസിഡന്റ് ഇവർ ചിന്തിക്കുകയാണ്, ഇതെന്ത് VR ആണോ അതോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ? സോ ഇവർക്ക് ടെൻഷൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ മാത്രം അവിടെ ഇതെല്ലാം
നേരത്തെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പിൽ അവിടെ ഇരിക്കുകയാണ്. സോ ഇതാരാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ US തന്നെ ഒരു എനർജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു ഹെഡാണ്. സോ ഇയാൾ നമ്മുടെ പ്രസിഡൻ്റ് ഇത് പറയേണ്ടത് ഇത് നമുക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാര്യങ്ങൾ പറയാൻ. സോ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെഞ്ചാക്കു ഇതിൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഒരു കാര്യം ഈ ഒരു ഒബ്ജക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കില്ല, എസ്പെഷ്യലി നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സോ നമ്മുടെ കെഞ്ചാക്കു എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു എത്ര പവർഫുൾ ആണ് ഈ ഒരു ജുജുത്സു സോഴ്സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മെക്കമറൂലേ അവൻ്റെ പപ്പറ്റ് മാനിപ്പുലേഷനിൽ കൂടെ കണ്ടിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഇവിടെ കാണിച്ചു കൊടുക്കണം. സോ അതിൽ നമ്മുടെ ടോഡോ, ഗോജോ, നാനാമി അതുപോലെ തന്നെ നമ്മുടെ സുക്കുണിൻ്റെയൊക്കെ പവർ കാണിച്ചു കൊടുക്കുകയാണ്. സോ ഈ ഒരു വിഷ്വൽസ് എല്ലാം കണ്ട ശേഷം നമ്മുടെ ഈ ഒരു സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് നമ്മുടെ പ്രസിഡൻ്റ് അത് പറയണം, പ്രസിഡൻ്റ് ഇത് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള എനർജി ഈ ഒരു ജുജുത്സു സോഴ്സറിൻ്റെ കയ്യിൽബക്കിലുണ്ട്. സോ നമ്മുടെ സോളാർ, ജിയോ തെർമൽ അതുപോലെ തന്നെ എല്ലാ എനർജിയും നമുക്ക് ഇഗ്നോർ ചെയ്യാം. സോ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എൻറ്റയർ എസ്പെഷ്യലി ദാറ്റ് വൈറ്റ് ഗൈ നമ്മുടെ ഗോജോൻ്റെ പവർ ഉണ്ടെങ്കിൽ ഒരു എൻറ്റയർ കൺട്രി തന്നെ നമുക്ക് പവറിസം കൊടുക്കാൻ സാധിക്കും. സോ എന്ത് പറഞ്ഞ പ്രസിഡൻറ്റ് പിന്നെ ഇമ്മീഡിയറ്റ് തന്നെ നമുക്ക് പിടിച്ചിട്ട് ഈ ഒരു ഹ്യൂമൻ എക്സ്പെരിമെൻറ്റിലാക്കണം പറഞ്ഞിട്ട് ഈ ഒരു ഹെഡ് പറയായിരിക്കും. സോ അപ്പോഴേക്കും നമ്മുടെ കെഞ്ചാക്കു പറയേണ്ടത് നിങ്ങൾക്ക് ഇവനെ പിടിക്കുന്ന ഈ നവംബർ മാസം ടോക്കിയോയിലെ എല്ലാ ജുജുത്സു സോഴ്സസും വരും, അപ്പോൾ നിങ്ങൾക്ക് ഇവനെ പിടിക്കുന്നത് എളുപ്പമാവും. സോ വാട്ട് യു തിങ്ക് മിസ്റ്റർ പ്രസിഡൻറ്റ്? നമ്മുടെ കെഞ്ചാക്കുവിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ നമ്മുടെ പ്രസിഡൻറ്റ് ടെൻഷനായിട്ട് പറയുകയാണ്, അതായത് നിങ്ങളെന്താ പറയുന്നത്, ഈ ഒരു ജപ്പനീസിലുള്ള എല്ലാ സോഴ്സറിനും നമ്മൾ പിടിച്ചിട്ട് ഹ്യൂമൻ എക്സ്പെരിമെൻ്റ് ആക്കാനോ? ഞാൻ ഇതിനൊരിക്കലും അപ്രൂവൽ നൽകില്ല അവരുടെ നമ്മുടെ പ്രസിഡന്റ് പറയുന്നുണ്ടാവും. ബട്ട് ഇയാൾ വീണ്ടും നമ്മുടെ പ്രസിഡന്റ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ വേൾഡിൽ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ചൈനയ്ക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള എനർജി സോഴ്സ് ഉണ്ട്, സൗദി അറേബ്യയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനും അവരുടെ എനർജി സോഴ്സിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ, റഷ്യ, ടർക്കി അതിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി പവറും കാര്യങ്ങളുണ്ട്. സോ നമ്മൾ ഒരിക്കലും ഈ ഒരു എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അവനെ കിഡ്നാപ്പ് ചെയ്യില്ല, മറിച്ച് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ പ്രസിഡന്റ് കൺവിൻസ് ചെയ്യുകയാണ് ഇയാൾ. ഇപ്പോൾ നമ്മൾ US പ്രസിഡന്റ് കൺവിൻസ് ആകുകയാണ്, അതായത് ഇപ്പോൾ US അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു കൺട്രി നമ്മുടെ ജപ്പാനെ അപ്രോച്ച് ചെയ്യും. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പറഞ്ഞിട്ട് നമ്മുടെ US പ്രസിഡന്റ് അവിടുത്തെ ജനറലെടുത്ത് ഈ ഒരു കാര്യം പറയുകയാണ്. ആ ഒരു ജപ്പനീസ് സിറ്റിസൻസിനെ എല്ലാം തന്നെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറയാണ്. സോ അത് നിങ്ങൾക്ക് എത്ര ബറ്റാലിയൻ വേണം പറഞ്ഞിട്ട് നമ്മൾ ഈ US-ൻ്റെ തന്നെ ഡിഫൻസിൻ്റെ ഹെഡിൻ്റെ അടുത്ത് പറയാണ്. സോ ഇയാൾ പറയുന്നത് ആ ഒരു എന്താ പറയുക കുറച്ച് ആളുകൾ മാത്രം മതി ഇവർക്ക് ജുജിബി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പ്രസിഡന്റ് തന്നെ പറയാണ്. ബട്ട് നമ്മുടെ ഏറ്റവും എന്താ പറയുക, അതായത് നമ്മുടെ കെഞ്ചാക്കു പറയുന്നത് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് 800ഓളം സോൾജേഴ്സിന് വേണ്ടി വരും ഈ ഒരു സോഴ്സസിനെ എന്നെ പിടിച്ചുകൊണ്ട് വരാൻ. സോ അവർ അത്രയും പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു കെഞ്ചാക്കുവിനെ പറയുന്നത്. ബട്ട് ഇയാളൊന്നും വലിയ കാര്യം എടുക്കുന്നില്ല. ഇയാളിത് പറഞ്ഞ ശേഷം നമ്മുടെ കെഞ്ചാക്കു എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു ഡെമോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ US പ്രസിഡന്റിന് സെക്യൂരിറ്റി ആയി വന്നിട്ടുള്ള എല്ലാ സോൾജേഴ്സിനെയും പിടിച്ച് തൂക്കുകയാണ് ഈ ഒരു കേഴ്സ് സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കെഞ്ചാക്കിൻ്റെ ഒരു നടത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രസിഡന്റ് ചോദിക്കും, ഓക്കെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്കൊരു ഡീൽ പേസലാമാ. ഓക്കെ, ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമുക്ക് കാണിക്കുന്നത് നമ്മുടെ യൂക്കി അതുപോലെ തന്നെ നമ്മുടെ ടെങ്കനായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. സോ ഇതിൽ നമ്മുടെ ഈ യൂക്കി പറയേണ്ടത്, അതായത് ഈ മുമ്പത്തെ സ്റ്റാർ പ്ലാസ്മ വെസലിൻ്റെ എല്ലാ കോൺവെർസേഷനും പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ മൈൻഡിൽ കേൾക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ യൂക്കി കാര്യങ്ങളൊക്കെ പറയാം. സോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ കെഞ്ചാക്കു ഈ ഒരു ടെങ്കൻ്റെ പ്ലേസിലേക്ക് തന്നെ കടന്നു വരുന്നുണ്ടാവുക. സോ നമ്മുടെ കെഞ്ചാക്കു കടന്നു വരുന്നത് അവനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവർ അധികമായിട്ട് കോൺവെർസേഷൻ കാര്യങ്ങളൊന്നും പറയില്ല. അതുമാത്രമല്ല നമ്മുടെ ചോസിൻ്റെ അത് നമ്മുടെ ഈ ഒരു കെഞ്ചാക്കു ഈ ഒരു കാര്യം പറയുകയാണ്, അതായത് ഞാൻ എന്തിനാണ് ഈ ഒരു കള്ളിങ് ഗെയിം തുടങ്ങിയതിൻ്റെ പർപ്പസ് ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഒരു ജപ്പാനിലുള്ള നോൺ സോഴ്സേഴ്സിനെ എല്ലാം തന്നെ ഞാൻ ടെങ്കനായിട്ട് മെർജ് ചെയ്യും. സോ ഈ ഒരു മെർജിങ്ങിലൂടെ ഇവരൊരു കേഴ്സ് സ്പിരിറ്റ് വിത്ത് അൺലിമിറ്റഡ് കേഴ്സ് എനർജി, ഇതാണ് എൻ്റെ പ്ലാൻ വേണ്ടത് നമ്മുടെ കെഞ്ചാക്കു ചോസിൻ്റെ അത് പറയാം. അപ്പം നമ്മൾ ചോസോ ഓക്കെ എന്നാൽ ഇന്ന് ഞാൻ അവിടെ കൊല്ലും പറഞ്ഞിട്ട് ഒരുമാതിരി റേജിലിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇവർ തമ്മിലുള്ള എക്സ്ട്രീം ഫൈറ്റ് ഇവിടെ നടക്കുകയാണ്. സോ നമ്മുടെ ചോസിൻ്റെ മെയിൻ ലക്ഷ്യം പറഞ്ഞത് നമ്മുടെ UK ആയിട്ട് ഒരു കോൺവെർസേഷനിൽ പറയുന്നതാണ്, ഇവൻ്റെ ഈ ഒരു ഡൊമൈൻ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ കെഞ്ചാക്കിൻ്റെ ഒരു ഡൊമൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അധികം ഇവൻ്റെ കേഴ്സ് ടെക്നിക്കും എനർജി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ടൈമിൽ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ യൂക്കിൻ്റെ പ്ലാന്. സോ നമ്മൾ ചോസിന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇവനായിട്ട് മാക്സിമം ഫൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എനർജി ലെവൽ കുറയ്ക്കുക. സോ അപ്പോഴേക്കും നമ്മൾ യൂക്കി എൻ്റർ ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചോസ് നമ്മുടെ കെഞ്ചാക്കുവിനെ തൻ്റെ എക്സ്ട്രീം ലെവലിലൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിവിടെ സിമ്പിളായിട്ട് തന്നെ പറയാം, കെഞ്ചാക്കു ഈസ് വേ ഔട്ട് ഓഫ് ചോസസ് ലീഗ്. ഇപ്പം നമ്മൾ ചോസം തൻ്റെ ലാസ്റ്റ് മൂവായിട്ടുള്ള സൂപ്പർ നോവ വരെ നമ്മുടെ കെഞ്ചാക്കിൻ്റെ ഒരു യൂസ് ചെയ്തിരിക്കണം. സോ അവൻ്റെ കയ്യിൽ ഇനി മറ്റു മൂവ് ഒന്നുമില്ല. അപ്പോഴേക്കും നമ്മൾ യൂക്കി എൻ്റർ ചെയ്യുക. ഓക്കെ ചോസോ നമുക്ക് ഇനി പ്ലേസെല്ലാം സ്വിച്ച് ചെയ്യാം, ആൻഡ് ആൾസോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫൈറ്റ് ആൻഡ് യു ആർ ആൾസോ മൈ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂക്കി ഇപ്പോൾ നമ്മുടെ കെഞ്ചാക്കുമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് എന്നെ തുടങ്ങാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് ഇനി നമുക്കൊരു 2 പാർട്ട് വീഡിയോയിലൂടെ ഈ ഒരു കള്ളിങ് ഗെയിം എന്നെ തീരും എന്നൊരു ഉറപ്പുണ്ട്. ഓക്കെ, നമ്മുടെ സ്ഥിരം പറയുമ്പോൾ തന്നെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ എല്ലാത്തിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കള്ളിങ് ഗെയിമിനെ പറ്റിയുള്ള സെപ്പറേറ്റ് വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐക്കാർഡിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും.
സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.